ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ തഞ്ചാവൂർ വൺ ഡേ ഐറ്റനറി വീഡിയോ. ഞങ്ങൾ തഞ്ചാവൂർ ഓഗസ്റ്റ് 15 പോകാനായിരുന്നു പ്ലാൻ. അന്ന് വളരെയധികം തിരക്കുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് വളരെയധികം തിരക്കിൽ നമുക്കൊരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ പാട്. സ്റ്റിൽ ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി, പക്ഷേ കുറച്ച് ദൂരത്ത് മാറിയാണ്. സ്റ്റിൽ നല്ല വൃത്തിയുള്ള, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. ഹോട്ടൽ അനിത പാർത്ഥിപൻ. ഞങ്ങളവിടെ വച്ചു. ഞങ്ങൾ ആ റൂമെല്ലാം കണ്ടു. കുറച്ച് റിഫ്രഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത എയിം. ഞങ്ങൾ നേരെ തഞ്ചാവൂർ ഫേമസ് തൊപ്പിയോപ്പ ബിരിയാണി കഴിക്കാനാണ് പോയത്. ഞങ്ങൾക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു തമിഴ് ബിരിയാണി കഴിക്കുന്നതല്ല, തമിഴ് ബിരിയാണിയിൽ തന്നെ ഒരു വെറൈറ്റി കഴിക്കുന്നത് ഫസ്റ്റ് ടൈമായിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹൗ എക്സൈറ്റഡ് ഐ ആം. ഞാൻ വളരെ ആസ്വദിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബിരിയാണിയായിരുന്നു. അനഘയ്ക്ക് ഇറ്റ്സ് എൻ ഓക്കെ ബിരിയാണി, പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിരിയാണി. ആൻഡ് ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ഗോലി സോഡ മേടിച്ചു, പ്ലസ് ഒരു 65 മേടിച്ചു. ഭംഗി ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങൾക്ക് നേരെ അടുത്തടുത്ത വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ഞങ്ങൾ കാണുന്നത് മ്യൂസിയം ആണ്. തഞ്ചാവൂർ മ്യൂസിയം കാണാനാണ് പോയത്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. അവിടുത്തെ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് കാണാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ നേരെ ഇറങ്ങിയത് തഞ്ചാവൂർ ഡോൾ മേക്കിംഗ് ആണ്. തഞ്ചാവൂരിലെ തനതായ ഡോൾ മേക്കിംഗ് കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. വളരെ അത് ഉണ്ടാക്കുന്നതും കാണാൻ പറ്റി. അതിൻ്റേതായിട്ടുള്ള ഭംഗിയോടുകൂടി അതിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങളൊരെണ്ണം മേടിച്ചു. പിന്നെ രാത്രി വന്ന് ഉറങ്ങുക എന്നുള്ള അടുത്ത യജ്ഞത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. ഉറങ്ങി പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലെത്തുന്ന രീതിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇത്രയും പഴയ കാലത്ത് ഇത്രയും വലിയൊരു ആർക്കിടെക്ചറൽ മാജിക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെയധികം തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് വലിയ പാടായിരുന്നു. കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. സ്റ്റിൽ ഞങ്ങൾ ശ്രമിച്ചു, കുറച്ച് നല്ല വിഷ്വൽസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞങ്ങളിതിൻ്റെ ഭംഗി ആസ്വദിച്ച് മുഴുവൻ ചുറ്റിക്കറങ്ങി സമയം ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് രാജാലി ബേർഡ്സ് പാർക്കിലേക്കാണ്. ഇവിടെ ബേർഡ്സ് പാർക്കാണ്. ബേർഡ്സ്, ബാക്കി എല്ലാ മൃഗങ്ങൾ, ഒരുപാടധികം പക്ഷികൾ എല്ലാം അടങ്ങുന്ന ഒരു ബേർഡ്സ് പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഞാനൊരു ഡോഗ് ലവറാണ്. ഡോഗ്സ് ഉണ്ടായിരുന്നു, ബാക്കി കാര്യങ്ങൾ, ബാക്കി പക്ഷികൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ കണ്ട് ഞങ്ങളൊരു 1 മണിയോടെ 2 മണിയോടെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്, ആൻഡ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.